ഇന്നലെ ഞാനൊരു പറശ്ശിനിക്കടവ് പോകുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ ലെങ്ത് വോയിസ് ഓവർ കൊടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അത്. ഞങ്ങൾ ഏകദേശം ഒരു 7 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ് കയറി റെയിൽവേ സ്റ്റേഷനിലെത്തി. നമുക്ക് ട്രെയിൻ വന്നിട്ട് 8:45 കേട്ടോ. എനിക്ക് എസ്കലേറ്ററിൽ കയറാൻ പേടിയായതുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ സ്റ്റെപ്പ് കയറി. ചെറുപ്പം മുതലേ ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ് കേട്ടോ അത്. അപ്പോൾ അതേപോലെ തന്നെ പേടിയുള്ളൊരു കാര്യമാണ് ഈ ട്രെയിൻ കയറാൻ നേരത്ത് ഒരു ടെൻഷനാണ്. ഈശ്വര, ഇനി ട്രെയിനിൽ ഞാൻ മാത്രം കയറാതെ പോവോ, അല്ലെങ്കിൽ ഞാൻ മാത്രം കയറി പോവോ. കാരണം എന്തോ ആ ഒരു കുറച്ച് ടൈമല്ലേ ഇങ്ങനെ നിർത്തിയിട്ടുള്ളൂ. അപ്പോൾ ഭയങ്കര ഒരു പേടിയാണ്. പിന്നെ നല്ല തിരക്കുമായിരിക്കും. പ്രതീക്ഷ പോലെ തന്നെ നല്ല തിരക്കായിരുന്നു. സൺഡേയും കൂടി ആയതുകൊണ്ട് പറയണ്ട. പിന്നെ ബുക്കൊന്നും ചെയ്യാത്തതുകൊണ്ട് നമുക്ക് നിൽക്കാന്നല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. ആൻഡ് നമ്മൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതേ കണ്ണൂരെത്തിയ സമയത്ത് നമുക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടുത്തെ ഒരു ഹോട്ടലിൽ കയറി പൊറോട്ടയും കടലക്കറിയും കഴിച്ചു. കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഞങ്ങളുടെ കൂടെ അമ്മയുടെ അനിയത്തി എൻ്റെ കുഞ്ഞും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് നമ്മൾ ബസ് കയറാൻ വേണ്ടി പോയി. ബസ് കയറാൻ പോയ സമയത്ത് ഇതേ നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഈ കാണുന്ന ആൾക്കാരൊന്നുമല്ല, അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. കാരണം ഒക്കെ കണ്ണൂർ പറശ്ശിനിക്കടവിലേക്കുള്ള ആളുകളാണ്. കാരണം ബസ് കുറവായിരുന്നോ എന്തോ എനിക്കറിയില്ല. സാധാരണ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും നമുക്ക് ബസ് കിട്ടാറുണ്ട്. ഇന്ന് അത്യാവശ്യം കാത്തുനിന്നു. അങ്ങനെ നമ്മളിതേ പറശ്ശിനിക്കടവ് എത്തി. നമുക്കൊരു KSRTC ആയിരുന്നു കിട്ടിയത് കേട്ടോ. അങ്ങനെ KSRTCയിലൊക്കെ കയറി പറശ്ശിനിക്കടവ് എത്തി. നമ്മൾ തൊഴുതു. അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല, കാരണം അവിടേക്ക് ഫോൺ അലൗഡ് അല്ല. നമ്മൾ മമ്പയറും ഒക്കെ കഴിച്ച് നമ്മൾ നേരെ ഊട്ടുപുരയിൽ വരി നിൽക്കാൻ തുടങ്ങി. കാരണം അത്യാവശ്യം നല്ല വലിയ വരിയായിരുന്നു. അങ്ങനെ നമുക്കിതേ ചോറ് കിട്ടി. ഈ ചോറിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. വേറൊന്നും എന്താ പറയുക, ഒരു 2 കറിയേ ഉള്ളൂ, അതും വെള്ളം പോലത്തെ കറി. പക്ഷേ ഒരു പ്രത്യേകത തന്നെയാണ് ആ കറിക്കും ചോറും. അങ്ങനെ നമ്മൾ പിന്നെ ബോട്ടിങ്ങൊക്കെ കയറിയില്ല. നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് പോയി ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഒരു കൈനോട്ടക്കാരി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അവരെന്തൊക്കെയോ പറഞ്ഞു, പക്ഷേ നമ്മൾ വിട്ടുകൊടുത്തില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോന്നു.